നമസ്തേ, പ്രീതാസ് ഗ്യാലറിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പടവലങ്ങ വെച്ചിട്ടുള്ള ഒരു നാടൻ രീതിയിലുള്ള കറിയാണ്. നാടൻ രീതിയിലെന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ചോറിന് മാത്രമേ പറ്റുള്ളൂ എന്ന്. ഇത് ചോറിന് മാത്രമല്ല, ചപ്പാത്തിക്കും കുപ്പൂസിനും ചോറിനും എല്ലാറ്റിനും പോകുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് സമയത്തും കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ പടവലങ്ങ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. പടവലങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 2 പീസ് പടവലങ്ങ എടുത്തിട്ടുണ്ട്. അതായത് കണ്ടില്ലേ, ഇതുപോലത്തെ 2 പീസ് പടവലങ്ങ. അതിൻ്റെ പടവലങ്ങയുടെ മുകളിൽ വെളുത്ത കളറിലുള്ള പൊടിയൊക്കെ ഉണ്ടാവും, അതൊരു കത്തി കൊണ്ട് ചുരണ്ടി കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളിലുള്ള സീഡൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലതായിട്ട് കഴുകിയെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒന്ന് നീളത്തിൽ നമ്മൾ സാമ്പാറിനൊക്കെ കട്ട് ചെയ്യണില്ലേ, അത്യാവശ്യം നീളത്തിൽ കുറച്ച് വീതിയിലൊക്കെ കട്ട് ചെയ്യണില്ലേ, അതുപോലെ കട്ട് ചെയ്തെടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ വലിയ പീസസൊക്കെ ഒന്ന് 3 ആക്കുന്നുണ്ട്, ചെറിയ പീസസ് ഒന്ന് 2 ആക്കിയിട്ട് കുറച്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, അതായത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്തോളൂ. ഇപ്പോൾ എല്ലാ പീസസും ഞാൻ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ, ഇത്രയ്ക്ക് കഷ്ണങ്ങളുണ്ട്. ഇത് നമുക്ക് ഉണ്ടക്കറി ഉണ്ടാക്കാനുള്ള ആവശ്യത്തിനുള്ള കഷ്ണങ്ങളേ ഉള്ളൂ. ഇനി ഈ പ്ലേറ്റ് നമുക്ക് ഇവിടുന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാനും അരപ്പിനും കറിയിൽ വഴറ്റാനും എല്ലാറ്റിനും കൂടിയിട്ടുള്ളതാണ്. എല്ലാറ്റിലേക്കും കുറച്ച് ചെറിയ ഉള്ളി മതി. ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 3 വലിയ വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസിലുള്ള തക്കാളി. മീഡിയം സൈസിൽ പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുണ്ട്. കുറച്ച് വലിയ തക്കാളി തന്നെ എടുത്തിട്ടുള്ളത്. ഇത് ചോറിനാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അത്യാവശ്യം പുളിയൊക്കെ വേണ്ട. അപ്പോൾ ഒരു വലിയ 2 തക്കാളി എടുത്തോളൂ. 3 പച്ചമുളകും എടുത്തോളൂ. നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് ഫ്രഷായിട്ട് മസാലകളൊക്കെ വറുത്തെടുത്തിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു കഷ്ടിയൊരു 1.25 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 5 വറ്റൽമുളക്, ആ മുളകിൻ്റെ ഞെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ മുളകും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. സാധാരണ നമ്മൾ മസാലയൊക്കെ വറുത്തെടുക്കണില്ലേ, കറികൾ ഉണ്ടാക്കുമ്പോൾ വറുത്തെടുക്കുന്ന പോലെ വറുത്തെടുക്കുക. മല്ലിയൊന്നും മുളകൊന്നും കരിഞ്ഞു പോവാതെ നോക്കണം. അപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. ഇപ്പം മസാലയൊക്കെ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുള്ള ആ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഈ പാനിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല കരിഞ്ഞു പോകുള്ളൂ. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ സെയിം പാനിൽ തന്നെ ഒരു കപ്പ് തേങ്ങ നല്ല മീതെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ 1 കപ്പ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആ വെളുത്തുള്ളി ഒന്ന് 2 ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതിന്നൊരു 5-6 ചെറിയ ഉള്ളി, നല്ല ചെറിയ ഉള്ളിയാണ് ഞാൻ നോക്കിയെടുക്കുന്നത്. ഇതിന്നൊരു 7 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഈ 7 ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഊരിയിട്ട് കൊടുക്കുക. ഈ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആവുകൊണ്ട് എണ്ണയൊന്നും ചേർക്കണില്ല, എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എണ്ണ ഇല്ലാതെ ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. നിങ്ങൾ ചീനച്ചട്ടിയിലൊക്കെയാണ് ഈ തേങ്ങ വറുത്തെടുക്കണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്താൽ മതി. വെളിച്ചെണ്ണ ചേർത്താലാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. തേങ്ങ നല്ല ചുമക്കനെ വറുക്കണം. നമ്മൾ സാമ്പാറിനൊക്കെ ചുമക്കനെ വറുക്കണില്ലേ, അതുപോലെ ചുമക്കനെ വറുക്കണം. ഇപ്പം നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലിനി കൂടുതലായിട്ട് വറുത്ത് കഴിഞ്ഞാൽ ആ അടിയിൽ ചെറുതായിട്ട് പൊടിയായിട്ടുള്ള തേങ്ങയില്ലേ, അതൊക്കെ ഒന്ന് കരിഞ്ഞു പോകുള്ളൂ. അപ്പോൾ ഇത്രയ്ക്ക് അങ്ങോട്ട് വറുത്തെടുത്താൽ മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. ഞാനൊരു 1 ടേബിൾ സ്പൂണും പിന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉരുകി വരുമ്പോൾ അതൊരു 2 ടേബിൾ സ്പൂണിലധികം എണ്ണ ഉണ്ടാവും. വെളിച്ചെണ്ണ തന്നെ വേണം. വെളിച്ചെണ്ണ ആകുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഉള്ളി, അതിന്ന് കുറച്ച് ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 7 ഉള്ളി ഗാർണിഷ് ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഉള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ചതച്ചെടുത്ത ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ മുളകുണ്ടല്ലോ, 3 മുളക്, പച്ചമുളക്, അതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ പച്ചമുളകും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി.
ഇപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റ് ആയാൽ മതി. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നേരത്തെ അവിടെ എടുത്ത് വെച്ച തക്കാളി ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ തക്കാളിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തക്കാളിയൊക്കെ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി ഈ തക്കാളി ചെറുതായിട്ടൊന്ന് കുക്കാവണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റ് ആയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ കട്ട് ചെയ്ത് വെച്ച പടവലങ്ങ ഉണ്ടല്ലോ, ഈ പടവലങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ പടവലങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് എന്ന്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. പടവലങ്ങ വേവുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മല്ലിമുളക് ഉണ്ടല്ലോ, ഈ മല്ലിമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മല്ലിമുളക് ഇട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇപ്പോൾ അതാ നന്നായി പൊടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ വറുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ, ഈ വറുത്ത് വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ടതിന് ശേഷം ഇതും വീണ്ടും ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക. നേരത്തെ വെള്ളം ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ അത് നേരെ അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നേരെ പൊടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക. ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇനി നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം. പടവലങ്ങയൊക്കെ വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം. പടവലങ്ങയൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നല്ല തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ അരച്ച് വെച്ച തേങ്ങ അരപ്പുണ്ടല്ലോ, ഈ തേങ്ങ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഗ്രേവിയുടെ തിക്നെസ്സൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിത് ചോറിനാണ്, ഒരുപാട് അങ്ങോട്ട് കൊഴുപ്പ് വേണ്ട. എന്നാലും അത്യാവശ്യത്തിനുള്ള കൊഴുപ്പുണ്ട്. കണ്ടില്ലേ, ഇത്രയ്ക്ക് അങ്ങോട്ട് കൊഴുപ്പ് മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ 1.5 തക്കാളിയാണ് കറിയിൽ ചേർത്തിട്ടുള്ളൂ. പകുതി തക്കാളിയുടെ സീഡൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സീഡൊക്കെ നമ്മൾ നേരത്തെ ആ കറിയിൽ തന്നെ ചേർത്തിട്ടുണ്ട് പുളിക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെ ചേർത്തിട്ട് ഈ തക്കാളി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം ഇതുപോലെ തക്കാളി കട്ട് ചെയ്തിടുമ്പോൾ കാണാനും ഒരു ഭംഗി ഉണ്ടാവും. പിന്നെ തക്കാളി ചെറുതായിട്ടൊന്ന് കുക്കാവുമ്പോൾ അധികം വെന്തിട്ട് ഇതാവില്ല. അപ്പോൾ ആ തക്കാളി കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഈ മസാലയൊക്കെ ഒന്ന് തിളച്ച് വേവണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു 1-2 തള തിളപ്പിക്കുക. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലതായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട്. തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ഇത്രയ്ക്ക് അങ്ങോട്ട് കുക്കായാൽ മതി. കറി അതെ ആവശ്യത്തിനുള്ള കൊഴുപ്പുണ്ട്. കൂടുതലായിട്ടുള്ള കൊഴുപ്പൊന്നും വേണ്ട. ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടി ഇത് കുറുകി വരും. ഇത്രയ്ക്ക് കൊഴുപ്പ് മതി. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടിട്ട് ഈ കറിയിലേക്ക് നല്ലതായിട്ടൊന്ന് താത്തി കൊടുക്കുക. പിന്നെ അത് അടച്ചു വെച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി നമ്മുടെ കറി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. അതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4-5 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉള്ളിയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ അടിപൊളി പടവലങ്ങ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.